ഹായ് ഫ്രണ്ട്സ്, സീതമ്മയുടെ കൃഷിയിലേക്ക് സ്വാഗതം. ഓണത്തിന് എനിക്ക് പയറാവാനായിട്ട് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഇതുകളൊക്കെ പ്രയത്നിച്ചിട്ടും പയർ ആവണില്ല. പയറിങ്ങനെ ആർത്ത് വളർന്ന് വരെയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ മഴ കൂട്ടിപ്പിടിച്ചത് കൊണ്ട് പയർ വളർച്ച കൂടണം, അല്ലാതെ പൂവും കായൊന്നും കാണുന്നില്ല. ഓണത്തിന് 140 രൂപ 130 രൂപ വിലയുള്ളപ്പോൾ എനിക്ക് പയറുണ്ടായില്ല. ഭയങ്കര സങ്കടമായി. അത് കഴിഞ്ഞപ്പോൾ ഓണം അങ്ങോട്ട് കഴിഞ്ഞ് നിറയെ പൂവിട്ടേക്കാണ് എൻ്റെ പയർ. നിറയെ പൂവെന്ന് വെച്ചാൽ നിറയെ പൂവും കായയും പയറൊക്കെ ആയി തുടങ്ങിയപ്പോൾ മനസ്സിനൊരു സന്തോഷം. ചെട്ടുമല്ലിപ്പൂവൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഓണം കഴിഞ്ഞാണ് പൂവൊക്കെ നിറയെ അയക്കണം. അതുകൊണ്ട് പൂവ് ഇതില്ല, ഡിമാൻഡില്ല. വെച്ചാൽ കൊണ്ടു കൊടുത്താലും നിസ്സാര പൈസ എന്തെങ്കിലും കിട്ടും. നമുക്ക് ആ വണ്ടിക്കൂലിയും കൂടി മുതലിക്കില്ല. അപ്പോൾ ഈ പയർ നിറയെ പൂവിട്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞേക്കാണ്. എന്ന് വെച്ചാൽ അന്ന് 140 രൂപ 130 രൂപ വില ഉണ്ടായി ഓണത്തിന്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ 70 രൂപയൊക്കെ നാടൻ പയറിനുണ്ട് കടയിൽ. അപ്പോൾ 70 രൂപ കിട്ടണമെങ്കിൽ എനിക്ക് നഷ്ടമൊന്നും വരാൻ യാതൊരു വക സാധ്യതയില്ല. ഞാൻ ചിലവാക്കിയ കാശും എനിക്ക് ജോലി ചെയ്ത കൂലിയും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആ ഓണത്തിനുണ്ടായ എൻ്റെ ആ സങ്കടം മാറി. എന്നുവെച്ചാൽ ഇപ്പം നിറയെ പയറുണ്ടാവുകയാണ്. അപ്പോൾ ഞാനിതിന് മത്സ്യാമൃതമാണ് തെളിച്ചത് കേട്ടോ. മത്സ്യാമൃതം എന്ന് വെച്ചാൽ ഞങ്ങൾ 1 കിലോ ചാള മേടിച്ചിട്ട് ശർക്കര ഇട്ട് അരിഞ്ഞ് വെച്ച്, ചാള കൊത്തി നുറുക്കി അരിഞ്ഞ് വെച്ചിട്ട് അതിൽ ശർക്കര, ഒരിടക്ക് ചാള ഇടും ഒരിടക്ക് ശർക്കര ഇടും. അങ്ങനെ മത്സ്യാമൃതം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ മാറിയപ്പോൾ ഞങ്ങളതെടുത്ത് തളിച്ചു. മഴയത്ത് തളിച്ചിട്ടും കാര്യമില്ല, ഭയങ്കരമായിട്ട് ആർത്ത് പൂവാണ് പയർ, അല്ലാണ്ട് പൂവ് ഉണ്ടാവണ ഒരു ലക്ഷണമില്ല. അപ്പോൾ ഇത് പൂക്കാൻ നല്ലതാണ് ഈ മത്സ്യാമൃതം. അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ ഞങ്ങളത് തളിച്ചു. അപ്പോൾ അത് നിറയെ പൂത്ത് നിറച്ച് പയറൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എനിക്ക് യാതൊരു വിധ നഷ്ടവും ഈ പയർ കൃഷിയിൽ വരില്ല എന്നുള്ളൊരു വിശ്വാസം വന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പയറൊക്കെ ഈ ഫിഷാമിനെ തളിച്ചിട്ട് പയറൊക്കെ നിറയെ പൂത്ത് നിറയെ പയറൊക്കെ ഉണ്ടായിക്കട്ടാ. നല്ല നാടൻ പയർ. ഞങ്ങൾ മറ്റുള്ള വളങ്ങളോ വിഷാംശമുള്ള ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റെ പയറൊക്കെ നല്ല രീതിയിൽ പൂത്തും കായ്ച്ചും വരുന്നത് കണ്ട് മനസ്സ് നിറഞ്ഞേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.